Hi friends, ഇന്ന് നമ്മളൊരു ചെറിയ അൺബോക്സിംഗ് ആയിട്ട് വന്നേക്കുന്നത് വേറൊന്നുമില്ല, ഒരു കുഞ്ഞു മ്യൂസിക് പ്ലെയർ ആണ്. നമ്മുടെ പഴയ ലെജൻഡറി പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ എൽഡേഴ്സിനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു മ്യൂസിക് ഡിവൈസാണിത്. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ക്യൂട്ടായിട്ട് വെച്ചിട്ട് പാട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക് പ്ലെയറാണിത്. അപ്പോൾ സരിഗമ എന്ന് പറയുന്ന കമ്പനിയുടെ കാർവാൻ സീരീസിലുള്ള മിനി എന്ന് പറയുന്നൊരു ഡിവൈസാണിത്. ഇതല്ലാതെ അവരുടെ കാർവാൻ ഉണ്ട്, കാർവാൻ കരാക്കെ ഉണ്ട്, പിന്നെ വേറെ കുറച്ച് ഡിവൈസ് ഉണ്ട്, കൊണ്ടുപോകാൻ പറ്റുന്ന പോർട്ടബിൾ ഡിവൈസസ് ഒക്കെ ഉണ്ട്, കാർവാൻ ഗോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള കുറേ ഡിവൈസസ് അവർക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ മിക്കവാറും ഇതിനകത്ത് പ്രീബിൽഡായിട്ട് അതായത് ഇൻബിൽഡായിട്ട് സേവ് ചെയ്തിട്ടുള്ളത് കുറേ ലെജൻഡറി ഓൾഡ് സോങ്സ് ആണ്. വളരെ മെലോഡിയസ് ആയിട്ടുള്ള കേൾക്കാൻ നല്ല സുഖമുള്ള പഴയ കുറേ പാട്ടുകൾ ഇതിനകത്ത് ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഇതിനകത്ത് 351 സൂപ്പർ ഹിറ്റ് റെട്രോ മലയാളം സോങ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചത് മലയാളം പാട്ടുകളുടെ കളക്ഷനാണ്. ഇതുപോലെ തന്നെ വേറെ ഹിന്ദി പാട്ടുകൾ, പിന്നെ ഭക്തിഗാനങ്ങൾ, പിന്നെ വേറെ ലാംഗ്വേജസിലൊക്കെ ഉള്ള പാട്ടുകളുണ്ട്. പിന്നെ പ്രത്യേക ആർട്ടിസ്റ്റിൻ്റെ തന്നെ പാട്ടുകൾ വരുന്ന ഡിവൈസസും ഉണ്ട്. വേറെ ഒരുപാട് കളറിലൊക്കെ ഇത് ലഭിക്കും. ബ്ലൂ, യെല്ലോ, ഗ്രീൻ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ വാങ്ങിച്ചത് മലയാളമാണ്. ഇത് വന്നിട്ടുള്ളത് റെഡ് പാക്കേജിലാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് തുറന്നു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ അതോടൊപ്പം പറഞ്ഞുതരാം. സോ ഫ്രണ്ട്സ്, ഇതാണെന്ന് ഞാൻ പറഞ്ഞ നമ്മുടെ കാർവാൻ മിനിയുടെ ബോക്സ്. വളരെ ചെറിയൊരു കോമ്പാക്റ്റ് മിനിമലിസ്റ്റിക് ഒരു ബോക്സാണ്. അതിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. കളർ ഏതാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ മലയാളത്തിലുള്ള ഡിവൈസാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മലയാളം ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പടത്തിലും മലയാളത്തിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി അവരുടെ പേര് സരഗമ്മയുടെ കാർവാൻ മിനി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളൂ. ഫ്രണ്ടിൽ ഈ വശത്ത് അവരുടെ ലോഗോ മാത്രം. മറുവശത്ത് FM AM റേഡിയോ, പിന്നെ ബ്ലൂടൂത്ത്, USB, പിന്നെ നോ ഇൻ്റർനെറ്റ് റിക്വയർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. 6 മാസം വാറൻറ്റിയോട് കൂടിയാണ് വരുന്നത്. ഈ സൈഡിൽ അതിനകത്തുള്ള കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസ്. പ്രൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2590 രൂപയാണ് ഇതിൽ അടിച്ചിരിക്കുന്നത്. പക്ഷേ ആമസോണിൽ ഇതിൻ്റെ വില 2090 രൂപയാണ്. അപ്പോൾ ഞാൻ പർച്ചേസ് ലിങ്ക് താഴെ ഇട്ടേക്കാം. പിന്നെ ഈ സൈഡിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. അവരുടെ അഡ്രസ്സും പിന്നെ കോപ്പിറൈറ്റിൻ്റെ കാര്യങ്ങളും സ്പെസിഫിക്കേഷൻസൊക്കെയാണ് ഉള്ളത്. വേറൊന്നുമില്ല. ബാക്കി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് നമുക്ക് വഴിയെ കാണാം. കുറച്ച് ഇൻസ്ട്രക്ഷൻ ഷീറ്റുണ്ട്. ഹൗ ടു ട്യൂൺ യുവർ FM റേഡിയോ എങ്ങനെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഗൈഡ്, പിന്നെ ബാക്കി അതിൻ്റെ പൊതുവെയുള്ള യൂസർ മാനുവൽ. ഇത് രണ്ടും നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഡിവൈസ്. പിന്നെ അതിനകത്തുള്ളൊരു USB കേബിളാണ്. സാധാരണ മൈക്രോ USB 2.0 ഒരു ചെറിയൊരു കേബിളാണുള്ളത്. നമ്മുടെ മൊബൈൽ ഫോൺ ചാർജറിലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ കുത്തി ചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല. ബാക്കി ഇതിനകത്ത് ബോക്സ് മാത്രമേ ഉള്ളൂ. ബോക്സ് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഡിവൈസ് തുറന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മ്യൂസിക് പ്ലെയറാണിത്. മലയാളത്തിൽ തന്നെ ലെജൻസ് എന്ന് പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇത്രയൊക്കെ ഉള്ളൂ. ടോപ്പിലാണ് ഇതിൻ്റെ പ്രീവിയസ്, നെക്സ്റ്റ്, പോസ്, പ്ലേ, പിന്നെ വോളിയം അപ്പ് ഡൗൺ, പവർ ബട്ടൺ ഇരിക്കുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലൊരു ഹെഡ്ഫോൺ ജാക്കുണ്ട്. അപ്പോൾ നമുക്ക് സ്പീക്കറിലല്ലാണ്ട് വേണമെങ്കിൽ പ്രൈവസിയിൽ ഹെഡ്ഫോൺസ് വെച്ചൊക്കെ പാട്ട് കേൾക്കാം. ഈ സൈഡിലുള്ളത് 3 ബട്ടണാണ്. ഒന്ന് സരിഗമയുടെ ബട്ടൺ, പിന്നെ ഒന്ന് FM അല്ലെങ്കിൽ AM, പിന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെ ബട്ടൺ. പുറകുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആൻറ്റിനയുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടൊരു LED. ഇത് ചാർജ് ചെയ്യുമ്പോഴേക്കും ചാർജിങ് ആണെന്നുള്ള ഇൻഡിക്കേഷനാണ്. പിന്നെ ഒരു ഓക്സിനുണ്ട്. നമുക്ക് വെളിയിൽ നിന്നുള്ള ഓഡിയോ ഇൻപുട്ട് വേണമെങ്കിൽ ഇതിനകത്ത് കൊടുത്ത് കേൾക്കാൻ പറ്റും. പിന്നെ USB ഉണ്ട്. നമുക്ക് പാട്ടുകൾ USB സ്റ്റോർ ചെയ്ത് ഇതിനകത്തിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു ഹോളുണ്ട്. അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ആൻറ്റിന. ഇത് മാത്രമേ ഉള്ളൂ. ഇത് മൊത്തമായിട്ട് തൊടാനായിട്ടൊരു പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല റബ്ബറി ഫീലുള്ളൊരു പ്ലാസ്റ്റിക്കാണ്. നല്ല മാറ്റ് ഫിനിഷൊക്കെ ആയിട്ട് നല്ല റബ്ബറി ഫീലുള്ളൊരു പ്ലാസ്റ്റിക്കാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു കോമ്പാക്റ്റ്, ഒരു കൈക്ക് ഉള്ളിൽ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി പെർഫോമൻസിൻ്റെ കാര്യങ്ങളെ പറ്റി നോക്കാം. ഇതിൻ്റെ വലത്തെ അറ്റത്തുള്ള പവർ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഓണാവും. ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. എന്നിട്ട് ഡിഫോൾട്ടായിട്ട് സരഗമ മോഡിലാണ് ഇത് ഓണാവുന്നത്. ഇത് അതിലുള്ള ലാസ്റ്റ് പ്ലേ ചെയ്ത പാട്ടായിരിക്കും കേട്ട് തുടങ്ങുന്നത്. ഇത് നമ്മുടെ വോളിയം കുറയ്ക്കാനുള്ള ബട്ടൺ. നെക്സ്റ്റ് ട്രാക്ക്, പിന്നെ പ്ലേ ആൻഡ് പോസ് ചെയ്യാനുള്ളത്. പ്ലേ ആൻഡ് പോസ് ചെയ്യുമ്പോഴേക്കും ഓഡിയോ പോസ് ആണെങ്കിൽ നമുക്കിവിടെ ഒരു ബ്ലൂ LED ഓൺ ആയിട്ടുണ്ടാവും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സരിഗമയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അതിനകത്തുള്ള 351 ക്ലാസിക്കൽ റെട്രോ പാട്ടുകൾ നമുക്ക് ഈ സരിഗമ മോഡിലൂടെ കേൾക്കാൻ പറ്റും. സരിഗമ മോഡ് ഓൺ ആണെങ്കിൽ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവും. വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഇതിനകത്തിട്ട് ഒരുപാട് പാട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ആയതുകൊണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിവൈസാണ്. നമുക്കിത് കയ്യിലെടുത്ത് പാട്ട് കേൾക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു സ്പീക്കറിൻ്റെ പവർ നമുക്ക് ഫീൽ ചെയ്യും. തരക്കേടില്ലാത്തൊരു ബേസ് വോളിയം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു കുഞ്ഞു ഡിവൈസിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസ്, അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ബേസ് സൗണ്ട് ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അന്ന് മിക്കപ്പോഴും നമുക്ക് FM അല്ലെങ്കിൽ ബ്ലൂടൂത്തിലുള്ള പാട്ട് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ പഴയ സോങ്സൊക്കെ മിക്കവാറും ആ ഒരു പഴയ സ്റ്റൈലിൽ തന്നെയുള്ള പാട്ടുകളാണ്. അപ്പോൾ അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്, പറയാതെ വയ്യ. നെക്സ്റ്റ് മോഡാണ് FM AM. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡിലേക്ക് പോകും. അതിനുശേഷം നമുക്ക് ട്യൂൺ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ മാനുവലിനകത്ത്. അതുപോലെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റേഷനൊക്കെ സെർച്ച് ചെയ്ത് സ്റ്റോർ ആക്കി വയ്ക്കും. അപ്പോൾ FM-ൻ്റെ സ്റ്റേഷൻ മാറ്റാനായിട്ട് നമുക്ക് പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺസാണ് യൂസ് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല റിസപ്ഷനുള്ള ഡിവൈസ് തന്നെയാണിത്. പിന്നെയുള്ള മോഡ് ബ്ലൂടൂത്താണ്. ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സിസ്റ്റം പെയർ ചെയ്യാനായിട്ട് റെഡിയാവും. സാധാരണ മറ്റ് ബ്ലൂടൂത്ത് പ്ലെയേഴ്സൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫോണിൽ നിന്ന് ഇത് ഈസി ആയിട്ട് തന്നെ പെയർ ചെയ്യാൻ പറ്റും. കാർവൻ മിനിയായിട്ട് ഇപ്പോൾ പെയർ ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് കേൾപ്പിച്ചു തരാം. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഫീച്ചേഴ്സ്. കണ്ടില്ലേ, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ഡിവൈസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ചെറിയൊരു ഡിവൈസാണിത്. അപ്പോൾ ഈ കാർവാൻ മിനി എന്ന് പറഞ്ഞ ഈ കുഞ്ഞു ഡിവൈസിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഫ്രണ്ട്സ്, കാർവാൻ മിനിയെ പറ്റിയുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വില ഏകദേശം 2000 രൂപയുടെ റേഞ്ചിലാണ്. ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. 2090 രൂപയാണ് എൻ്റെ വില. ഞാൻ എൻ്റെ പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതല്ലാതെ നല്ല കിടിലം ഹിന്ദി സോങ്സിൻ്റെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ടാവും, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ക്രിയേറ്റീവ്.